കാന്താര എന്ന് പറയുന്നൊരു സിനിമയല്ല, യഥാർത്ഥത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു ജനതയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തന്നെയാണ്. അപ്പോൾ ഇത് പുറം ലോകം ഒന്ന് അറിയേണ്ട ആവശ്യം കൂടിയുണ്ട്. കാരണം പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം, എങ്ങനെയായിരുന്നു നമ്മൾ ആരാധന നടത്തിയിരുന്നത്, എങ്ങനെയാണ് പ്രകൃതിയെ നമ്മുടെ സത്യത്തിൽ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ടാണ്. കാരണം നമ്മുടെ ഓരോ നടപ്പിലും നമ്മുടെ ജീവിതത്തിലും എല്ലാം ഇത് ഉണ്ടായിരുന്നു. നമുക്കൊരു വഴിയുടെ പ്രശ്നമുണ്ട് അവിടെ, അത് നമുക്ക് സാധിച്ചു കിട്ടണം. ഇപ്പം കുത്തനെ കയറി വരുന്ന വഴിയാണ്, ഭക്തജനങ്ങൾക്ക് വന്നു പോകാനുള്ള വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങൾ വർഷാവർഷങ്ങളിൽ ഈ ചുമടുകൾ കൊണ്ടുവരികയും ഇപ്പോൾ ഇന്ന് ഒരു 110 കിലോ അരിയുടെ കഞ്ഞിയൊക്കെ നമ്മളിവിടെ പ്രസാദമായിട്ട് ചെയ്തു. ഇതെല്ലാം കഴിച്ചാണ് ഭക്തജനങ്ങൾ ഇറങ്ങുന്നത്. അപ്പം ഓരോ വീട്ടിൽ നിന്നും വരുന്ന ആൾക്കാരെ, ഈ അമ്മയെ കാണാൻ വരുന്ന ആൾക്കാരെ ഈ ഒരു ദിവസം മാത്രം, ആണ്ടിൽ ഒരു ദിവസം മാത്രമാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ അനുഗ്രഹങ്ങൾ ഈ പ്രദേശം തന്നെയുള്ള കേരളത്തിലൊട്ടൊക്കെയുള്ള ആൾക്കാരിവിടെ എത്തുന്നുണ്ട്. കുഞ്ഞുനാൾ തൊട്ട് നമ്മൾ ഇത് കണ്ടു വളർന്നതാണ്. അന്ന് ലൈറ്റോ വെട്ടോ അങ്ങനെ ഒരു പരിപാടിയില്ല. പിന്നെ സാധാ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ വന്ന് വെള്ളം കൂടി വെക്കുക, അതുപോലെ ഒരുപാടുകൾ കോഴി നേർച്ച, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.